ബഹുമാനപ്പെട്ട ന്യൂനപക്ഷം കായികം വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി. സർ, കായിക മേഖലയുമായി ബന്ധപ്പെട്ട് കാലഘട്ടത്തിന് ആവശ്യമായ മാറ്റങ്ങൾ കായിക വകുപ്പിൽ കൊണ്ടുവരികയാണ്. ഈ മാസം 7-8 തീയതികളിൽ കേന്ദ്ര കായിക മന്ത്രാലയം തെലങ്കാനയിൽ വെച്ച് നടന്ന ചിന്തൻ ശിബിറിൽ കേരളത്തിൽ പുതുതായി നമ്മൾ രൂപീകരിച്ച കായിക പദ്ധതികളുടെ വിലയിരുത്തലുണ്ടായി. സർ, കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി അടക്കം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള മന്ത്രിമാർ ആ സെമിനാറിൽ പങ്കെടുത്തു. കേരളത്തിലെ പദ്ധതികളെ ഏറ്റവും നല്ല രീതിയിൽ അവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കേരളം മുന്നോട്ട് വച്ച മിക്ക പദ്ധതികളും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കാൻ കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി ആ യോഗത്തിൽ ആ കാര്യങ്ങൾ എടുത്തു പറയുകയും കേരളത്തിൻ്റെ പ്രത്യേക പ്രശംസ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതി രാജ്യത്തുടനീളം നടപ്പിലാക്കാൻ ഉള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കാൻ കേന്ദ്ര മന്ത്രാലയത്തോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കേരളം കൊണ്ടുവന്ന കായിക രംഗത്ത് സർട്ടിഫിക്കറ്റുകളിൽ നടക്കുന്ന വലിയ അഴിമതി തടയുന്നതിന് ഈ സർട്ടിഫിക്കറ്റ് സംവിധാനം നമ്മൾ കൊണ്ടുവരികയുണ്ടായി. ഇന്ന് കേന്ദ്ര കായിക വകുപ്പ് ഈ സർട്ടിഫിക്കേഷൻ സംവിധാനം അതിൻ്റെ പൂർണ്ണമായുള്ള ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് കൊടുക്കുകയും അത് കേന്ദ്രം ഇന്ന് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സർ, അതോടൊപ്പം തന്നെ നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന സ്കൂൾ തല കായിക പാഠ്യപദ്ധതി ഈ കാര്യത്തിലും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രശംസ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. സർ, അതോടൊപ്പം തന്നെ സ്പോർട്സ് എക്കോണമി മിഷൻ്റെ പ്രവർത്തനങ്ങൾ 16ാം ധനകാര്യ കമ്മീഷന് നമ്മൾ ഈ എക്കോണമിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുകയും കൂടുതൽ ചർച്ചയ്ക്കായി ഡൽഹിയിൽ അടുത്ത മാസത്തിന് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. സർ, അപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഇത്തരം പദ്ധതികളെ ഇന്ത്യ രാജ്യം തന്നെ അംഗീകരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. സർ, ഒരു പഞ്ചായത്ത് ഒരു കളം പദ്ധതി രാജ്യത്തുടനീളം നടപ്പിലാക്കണമെന്ന് പറയുമ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതിക്ക് സ്ഥലം ലഭ്യമാകാത്ത ചില പ്രശ്നങ്ങളുണ്ട്. സർ, ബഹുമാനപ്പെട്ട എച്ച് സലാം MLA അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. സർ, പഞ്ചായത്ത് കളിക്കളങ്ങളിൽ ഒരു കളിക്കളം പദ്ധതി പ്രകാരം കളിക്കളങ്ങൾ വാങ്ങാൻ പഞ്ചായത്തുകളിൽ സ്ഥലമില്ലാത്ത പഞ്ചായത്തുകളിൽ സ്ഥലം വാങ്ങാൻ പണം അനുവദിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സർ, ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. സർ, കായിക വകുപ്പ് നൽകുന്ന വിഹിതം സ്ഥലം എടുക്കാൻ നൽകാൻ കഴിയുമോ എന്ന് അവരോട് സംസാരിക്കാമെന്ന് കരുതുകയാണ്. സർ, അതോടൊപ്പം തന്നെ സുസ്ഥിര വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നുള്ള മേഖലയിൽ കേരളം ഏറ്റവും നല്ല രീതിയിൽ രാജ്യത്തിന് തന്നെ മാതൃകയായി മുന്നോട്ട് പോവുകയാണ്. സർ, ഇതേ മാതൃകയിൽ തന്നെയാണ് കേരളത്തിലെ കായിക വകുപ്പും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർ, അടുത്ത വർഷത്തോടു കൂടി തന്നെ നമ്മുടെ ഇത്തരം പദ്ധതികൾ മുഴുവൻ പ്രാബല്യത്തിൽ വരികയും അതിൻ്റെ അടിസ്ഥാനപരമായുള്ള മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സർ, സ്പോർട്സ് സുസ്ഥിര വികസനത്തിന് പ്രാപ്തമാകുന്ന ഘടകമാണെന്ന് 2024 ഒരു UN പൊതുസഭയിൽ പ്രമേയം ഉണ്ടായിട്ടുണ്ട്. സർ, അപ്പോൾ അത്തരത്തിലൊരു പ്രമേയം പൊതുസഭയിൽ അംഗീകരിച്ചതിൻ്റെ അർത്ഥം കായിക മേഖലയ്ക്ക് എത്ര കണ്ട് പ്രാധാന്യം ഉണ്ട് ഈ കാലഘട്ടത്തിൽ എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത് കാലേക്കുട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് ഈ മേഖലയിൽ നല്ല രീതിയിൽ തന്നെ ഇടപെടാൻ ശ്രമിച്ചതും ധാരാളം പദ്ധതികൾ ഈ ഒരു മേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. സർ, കായിക ശാരീരിക ക്ഷമതയടക്കമുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടപെടാനാണ്
നമ്മൾ ശ്രമിക്കുന്നത് കായികക്ഷമതാ മിഷൻ്റെ പ്രവർത്തനം സജീവമായി നമ്മൾ ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ് സർ. ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില വെല്ലുവിളികൾ, മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായി ഇടപെടാൻ കായിക മേഖലയ്ക്ക് കഴിയും എന്നുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞുണ്ട്. ആ കാര്യങ്ങളിലും ശക്തമായി ഇടപെടാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മുഴുവൻ കുട്ടികളെയും കളിക്കളങ്ങളെ കൊണ്ടുവരിക എന്നുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായി അതിന് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികൾ ഇപ്പോൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഗോൾ പദ്ധതി മുഖാന്തരം നമ്മുടെ കുട്ടികൾക്ക് എല്ലാ മണ്ഡലങ്ങളിൽ ഫുട്ബോൾ പരിശീലന പരിപാടികളടക്കം തുടങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ആരോഗ്യം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കായികക്ഷമതാ മിഷനോടൊപ്പം തന്നെ കായിക നയം നമ്മൾ രൂപീകരിക്കുകയും ഈ കായിക നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കായിക സാധ്യതകൾ തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സർ. ഇന്ന് നമ്മുടെ കായിക നയം, ഈ നയം കേന്ദ്ര കായിക വകുപ്പ് മന്ത്രാലയം ആവശ്യപ്പെടുകയും ഈ നമ്മൾ 23 പുറത്തിറക്കിയുള്ള കായിക നയം ഇന്ന് കേന്ദ്ര കായിക വകുപ്പ് പുതിയ കായിക നയത്തിന് രൂപം കൊടുത്തതിൻ്റെ ഭാഗമായി നമ്മുടെ റെഫറൻസുകൾ അതിൽ ഉൾപ്പെടുത്താമെന്ന് ചിന്തൻ ശിവറിൽ അവർ അറിയിച്ചിട്ടുണ്ട് സർ. വലിയ അപ്രിസിയേഷനാണ് സർ. കാരണം കേരളം കൊണ്ടുവന്ന നിരവധി പദ്ധതികൾ, കായിക നയമടക്കമുള്ള പദ്ധതികൾ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന വിധത്തിൽ എന്നുള്ളത് തന്നെ നമ്മൾ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സർ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് സർ. കഴിഞ്ഞ 8.5 വർഷത്തെ കണക്കെടുത്താൽ പ്ലാൻ ഫണ്ട്, ഓൺ ഫണ്ട്, MLA-മാരുടെ വിഹിതമടക്കമുള്ള പദ്ധതികൾ മുഖാന്തരം 3500 കോടി രൂപയുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു സർ. അത് രാജ്യത്ത് തന്നെ റെക്കോർഡ് ആണ് എന്ന് ഈ അവസരത്തിൽ പറയാനായിട്ട് സർ. ഈ ഒരു നാടെങ്ങും പുതിയ കളിക്കളങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമമാണ് നമ്മൾ. ഇപ്പോൾ 14 ജില്ലാ ആസ്ഥാനങ്ങളിലും പുതിയ കായിക സമുച്ചയങ്ങൾ പണിയാണ് സർ. അതിൽ 10 സമുച്ചയങ്ങളുടെ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൊയ്തീൻ MLA അദ്ദേഹം ആവശ്യപ്പെട്ട IM വിജയൻ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം സർ കിഫ്ബി വഴി നടപ്പിലാക്കുന്ന തൃശ്ശൂരിൽ ജില്ലാ സ്റ്റേഡിയത്തിന് സർക്കാർ 70.56 കോടി രൂപയാണ്. അദ്ദേഹം ഈൽഡ് ചെയ്യുന്നുണ്ടോ? അദ്ദേഹം ചോദിക്കാൻ. നമ്മളുടെ പ്രസ്റ്റീജിയസ് ആയിരുന്നു നാഷണൽ ഗെയിംസ് കേരളത്തിൽ നടത്തിയപ്പോൾ സാർ. നമുക്ക് 54 ഗോൾഡ് മെഡലും 100-ലധികമുള്ള മറ്റ് മെഡലുകളും നമുക്ക് കിട്ടിയിരുന്നു. നമ്മൾ ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ട് വന്നതാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ നാഷണൽ ഗെയിംസ് വന്നപ്പോൾ നമ്മളുടെ തോത് വളരെ താഴോട്ട് പോയി. നമ്മൾ 13ാം സ്ഥാനത്താണ് എന്നാണ് മാധ്യമങ്ങളിൽ കണ്ട വാർത്ത സാർ. അതോടൊപ്പം തന്നെ സ്കൂൾ ഗെയിംസ് ദീർഘകാലമായി കേരളം നമ്പർ 1 ആണ്. നാഷണലായിട്ട് നമുക്ക് വലിയ അംഗീകാരമായിരുന്നു. എല്ലാ കാലത്തും കേരളമായിരുന്നു നമ്പർ 1. പക്ഷേ അവിടെ നിന്നും നമ്മൾ റേറ്റ് താഴോട്ട് വന്നു സാർ. മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്, ഒറ്റ കാര്യം കൂടിയുള്ളൂ സാർ. കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപത്തിൽ ബാധിക്കുന്ന 3500 കോടി രൂപ ചെലവ് വരുന്ന വിവിധ സ്റ്റേഡിയങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് സാർ. ഷൂട്ടിംഗ് റേഞ്ച് അടക്കം നമ്മുടെ കേരളത്തിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നമ്മളുടെ സ്റ്റേഡിയങ്ങൾ സാർ, അതിൻ്റെ ലോജിസ്റ്റിക് അനുസരിച്ച് അതിൻ്റെ നോക്കുന്നതിന് വേണ്ടി പരിപാലനമില്ലാത്തത് കൊണ്ട് അത് താഴോട്ട് പോകുന്നു എന്നൊരു വിമർശനം പൊതുവേദിയിലുണ്ട് സാർ. ഈ 3 കാര്യങ്ങൾക്ക് അങ്ങ് ദയവായി മറുപടി പറയണമെന്ന് സർ. കേരളത്തിലെ ഇത്തവണ മറ്റ് ധാരാളം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ സീനിയർ അംഗമായി അങ്ങ് പറയുമ്പോൾ നമ്മൾ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ ദേശീയ കായിക മേളയിൽ നമ്മൾ പിന്നോട്ട് പോകാനുള്ള ഒരു പ്രധാന കാരണം ഇത്തവണ ഇപ്പോൾ ഒരു പ്രാസംഗികൻ ഇവിടെ പറയുമ്പോൾ PT ഉഷയെ വളരെ നന്നായൊക്കെ പറയുന്നുണ്ട് സർ. അവർ തന്നെയാണ് ഇത്തവണ ദേശീയ ഗെയിംസിൽ നമ്മൾ പിന്നോട്ട് പോകാനുള്ള പ്രധാന കാരണമായിട്ടുള്ളത് സർ. കളരി ഇനത്തിൽ 19 സ്വർണ്ണ മെഡൽ കഴിഞ്ഞ തവണ നമുക്ക് ലഭ്യമായതാണ് സർ. കളരിയെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കാൻ അവർ ശുപാർശ ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് നമ്മൾ നിവേദനം കൊടുത്തപ്പോൾ അദ്ദേഹം തന്ന മറുപടി ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഒളിമ്പിക് അസോസിയേഷൻ ഈ മത്സരത്തെ മാറ്റി നിർത്തിയെന്ന് രേഖാമൂലം ആ മന്ത്രി നമുക്ക് മറുപടി തന്നു സർ. അതോടൊപ്പം തന്നെ കേരള ഒളിമ്പിക് അസോസിയേഷൻ വോളിബോൾ അടക്കമുള്ള 2 ഗെയിമിൽ കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ
നൽകിയ ടീമിനെ മാറ്റിക്കൊണ്ട് 2 പുതിയ ആളുകളായി ചേർക്കുകയും 2 സ്വർണ്ണങ്ങൾ അതിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ 21 സ്വർണ്ണ മെഡലുകൾ ഇതിൽ നമുക്ക് നഷ്ടപ്പെട്ടു സർ. അതുകൊണ്ട് നമ്മൾ ഈ ദേശീയ ഗെയിംസിൽ പിന്നോട്ട് വന്നു എന്നുള്ള വസ്തുതയാണ്. ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ അത് തിരുത്തുന്ന നടപടിയിലേക്ക് നമ്മൾ പോകുന്നു സർ. മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഈ ദേശീയ ഗെയിംസുമായി ഭാഗമായി നിർമ്മിച്ച സംസ്ഥാനത്തെ സ്റ്റേഡിയങ്ങൾ വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ച്, കുമാരപുരം ടെന്നീസ് അക്കാദമി, ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയം, കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം എന്നിവ ആണ് അങ്ങ് ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഈ കളിക്കളങ്ങളെല്ലാം തന്നെ ഏറ്റവും നല്ല നിലവാരത്തിൽ ഇന്ന് മെയിൻ്റനൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ മുണ്ടയാട് സ്റ്റേഡിയത്തിൽ പുതിയ ഹോസ്റ്റലുകൾ നമ്മൾ നിർമ്മിക്കുന്നു. ഇപ്പോൾ വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ പുതിയ ഹോസ്റ്റലിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. അത് ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ചയാണ് നിർവഹിച്ചത്. അതോടൊപ്പം തന്നെ കുമാരപുരം ടെന്നീസ് അക്കാദമി ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു ടെന്നീസ് അക്കാദമിയാണ്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും നല്ല കരുതൽ കായിക വകുപ്പ് എടുക്കുന്നുണ്ട് എന്ന് അങ്ങേ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം, വയനാട് ജില്ലയിലെ അടക്കമുള്ള 10 ജില്ലാ സ്റ്റേഡിയങ്ങളുടെ ഉദ്ഘാടനം നമ്മൾ നടത്താൻ പോകുന്നു സർ. ഇത് കിറ്റ്കോ എന്നുള്ളൊരു ഏജൻസിയെ ഏൽപ്പിച്ചതുകൊണ്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നമ്മൾ മാറ്റി അതെല്ലാം തന്നെ നിർമ്മാണ ഘട്ടം പൂർത്തീകരിക്കാൻ പോകുന്നു സർ. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് സർ. അപ്പോൾ ഇതോടൊപ്പം തന്നെ 300 അത് ഞാൻ പറഞ്ഞു, IM വിജയൻ്റെ പേരിലുള്ള ലലൂർ സ്റ്റേഡിയം നമ്മൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. 96% വർക്ക് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കിറ്റ്കോ ഞാൻ പറഞ്ഞു, അവരുമായി ബന്ധപ്പെട്ട ചില താമസം അവരുടെ പ്രവർത്തനങ്ങളുണ്ടായി ആ ഏജൻസി, അതുകൊണ്ടാണ് അത് ഏറ്റെടുക്കാൻ താമസിച്ച്. അടുത്ത മാസത്തോടു കൂടി അത് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. പറയാം അതെല്ലാം പറയണ്ട, ഓരോന്നിനും ഉത്തരം പറയണ്ട സർ. ഇപ്പോൾ ഈ സർക്കാർ വന്ന ശേഷം ഏകദേശം 354 സ്റ്റേഡിയങ്ങളുടെ പണി പൂർത്തിയായിട്ടുണ്ട് സർ. അതോടൊപ്പം തന്നെ 120 സ്റ്റേഡിയം കളിക്കളങ്ങളടക്കമുള്ളവയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് സർ. GV രാജ സ്പോർട്സ് സ്കൂളിൻ്റെ അത് കണ്ണൂർ, തൃശ്ശൂർ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം 50 കോടി രൂപയുടെ കായിക അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഈ 3 വിദ്യാലയങ്ങൾക്ക് മാത്രമായി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സർ. മുഴുവൻ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളങ്ങൾ എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു, അത് ഇന്ത്യ രാജ്യം തന്നെ മാതൃകയായി ഏറ്റെടുത്തിരിക്കുകയാണ് സർ. അപ്പോൾ വിവിധ ജില്ലകളായി ഏറ്റവും പ്രധാനപ്പെട്ട 15 ഫിറ്റ്നസ് സെൻ്ററുകൾ ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് സർ. കായിക വികസനത്തിലുള്ള സുസജ്ജമായുള്ള അടിത്തറ നാടെങ്ങും നിലവിൽ വരികയാണ് സർ. പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിലുകളുടെ നിർമ്മാണം കേരളത്തിലെ 820 പഞ്ചായത്തുകളിൽ ഇപ്പോൾ നമ്മൾ സ്പോർട്സ് കൗൺസിലുകൾ രൂപീകരിച്ചിട്ടുണ്ട് സർ. അതോടുകൂടി തന്നെ സംസ്ഥാനതല സ്പോർട്സ് കൗൺസിൽ, ജില്ലാതല സ്പോർട്സ് കൗൺസിലുകൾ, പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിൽ വരുന്നതോടുകൂടി കായികക്ഷമതാ മിഷൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയും സർ. ഇത്തവണ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് 34 കോടി രൂപ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. തീർച്ചയായും അതോടുകൂടി തന്നെ കേരളത്തിലെ അടിസ്ഥാനപരമായ സ്പോർട്സിന് വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും എന്ന് പറയാൻ ആഗ്രഹിക്കും സർ. നമ്മുടെ മഞ്ചേരി സ്റ്റേഡിയത്തെക്കുറിച്ച് പറഞ്ഞു സർ. അതിലും ഏറ്റവും ഗുണകരമായ കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ബോർഡറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 35 ഏക്കർ സ്ഥലം ഇപ്പോൾ യൂണിവേഴ്സിറ്റി നൽകാമെന്ന് സമ്മതം അറിയിച്ചിട്ടുണ്ട്. അവിടെ ഏറ്റവും നല്ല ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് അടക്കമുള്ള ആളുകളോട് സംസാരിച്ച് കഴിഞ്ഞതാണ്. തീർച്ചയായും അവർ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ട് തീർച്ചയായും നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് സർ. ഈ കാലഘട്ടം മെസ്സിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് 2 അനുമതികൾ, ഒന്ന് റിസർവ് ബാങ്കിൻ്റെയും മറ്റൊന്ന് കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ അനുമതികൾ ലഭ്യമായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നവർക്ക് ആ കാര്യങ്ങൾ പിന്നീട് നമുക്ക് പറയാവുന്നതാണ്. ഈ കായിക വകുപ്പിൻ്റെ എല്ലാ ഓഫീസുകളും ഒരേ കെട്ടിടത്തിലേക്ക് കൊണ്ടുവരിക എന്ന അടിസ്ഥാനത്തിൽ കായിക ഭവൻ്റെ നിർമ്മാണം ഇപ്പോൾ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ അത് പൂർത്തീകരണത്തിലേക്ക് വരികയാണ് സർ. അപ്പോൾ കായിക എല്ലാ ഓഫീസുകളും സ്പോർട്സ് കൗൺസിൽ, സ്പോർട്സ് ഡയറക്ടറേറ്റ്,
സ്പോർട്സ് ഫൗണ്ടേഷൻ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒരേ കെട്ടിടത്തിൽ വരും. കായിക ഭവൻ എന്ന പേരിൽ രാജ്യത്ത് തന്നെ ആദ്യമായി കായിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്രമായി അത് മാറ്റാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കായിക സർ, സ്പോർട്സ് എക്കോണമി എന്നുള്ളത് ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ നടപ്പിലാക്കുന്നത് സർ. സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കുന്നതോടുകൂടി കായിക രംഗത്ത് ധാരാളം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ പുതിയ കായിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അത് സൂചിപ്പിച്ചു. കായിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി പുതിയ ഇൻഡസ്ട്രി ആരംഭിക്കുന്നതിന് വേണ്ടി ധനകാര്യ വകുപ്പ് 5 കോടി രൂപ ടോക്കണായി അനുവദിച്ചിട്ടുണ്ട് സർ. അപ്പോൾ ആ മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ള ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സർ. അപ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ നടപ്പിലാക്കണം സർ. 24 ജനുവരിയിൽ നടന്ന കായിക ഉച്ചകോടിയിൽ 5050 കോടി രൂപയുടെ നിക്ഷേപമാണ് സർ നമുക്ക് ഓഫറായി വന്നത്. ഈ നിക്ഷേപങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് സർ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2 പ്രധാന അസോസിയേഷനുകൾ നൽകിയ ഓഫറുകൾ 1200 കോടി രൂപ ക്രിക്കറ്റ് അസോസിയേഷനും 600 കോടി രൂപ ഫുട്ബോൾ അസോസിയേഷനും. ഈ ക്രിക്കറ്റ് അസോസിയേഷൻ നൽകിയ അവർ ഓഫറിൽ 950 കോടി രൂപയുടെ 4 സ്റ്റേഡിയങ്ങളുടെ സ്ഥലമെടുപ്പ് ഇപ്പോൾ പൂർത്തീകരിച്ചു വരികയാണ്. അത് പൂർത്തിയാകുന്നവർക്ക് ആ നിക്ഷേപം കൃത്യമായി തന്നെ എവിടെ എത്തും എന്നുള്ള പ്രതീക്ഷയാണ് സർ. ഈ ഉച്ചകോടിയിൽ വന്ന വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. പ്രധാനപ്പെട്ടൊരു കാര്യം, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് സർ. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് പ്രത്യേകം ചുമതലകൾ നൽകുകയാണ് സർ. ഓരോ ഇനങ്ങൾക്ക് പ്രത്യേകം 4 ഇനങ്ങൾക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നടപ്പിലാക്കി സംസ്ഥാന തലം മുതൽ പഞ്ചായത്ത് തലം വരെ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആ ഗെയിമുകൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ചുമതല അദ്ദേഹത്തിനാണ്. അതോടൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിലിനെ സ്വയം പര്യാപ്തമാക്കാനുള്ള ധാരാളം നടപടികൾ ഇപ്പോൾ നമ്മൾ നടത്തി വരികയാണ്. കേന്ദ്രീകൃതമായിട്ടുള്ള കായിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം കായിക നയം എടുത്തു പറയുന്നുണ്ട് സർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക സ്പോർട്സ് കൗൺസിലുകളുടെ അത് ശാക്തീകരണത്തിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചർച്ചകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സർ. കായിക അധ്യാപകരുടെ കുറവ് പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്തിനെയും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളെയും സംയുക്തമായി പങ്കെടുപ്പിച്ചുകൊണ്ട് കായിക അധ്യാപകരെ താൽക്കാലികമായി നിയമിക്കുന്നതിനുള്ള നടപടികൾ നടത്താനാണ് ഇപ്പോൾ നമ്മൾ ശ്രമിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ പ്രായത്തിൽപ്പെട്ട കുട്ടികളെയും കായിക ഇനങ്ങൾക്ക് പരിശീലനം നൽകുന്ന നിരവധി പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അതോടൊപ്പം സ്കൂൾ തല സ്പോർട്സിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നടപടികൾ എടുത്തു വരുന്നുണ്ട്. അപ്പോൾ സ്കൂൾ തലത്തിൽ കായിക പഠനം നിർബന്ധമാക്കിക്കൊണ്ട് പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിക്കുന്ന നടപടികൾ ഇപ്പോൾ ഏകദേശം അടുത്ത അധ്യയന വർഷത്തോടുകൂടി എല്ലാ വിദ്യാലയങ്ങളിലും പ്രൈമറി തലത്തിൽ കായിക വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഇത്തവണത്തെ പരിശീലന പരിപാടിയിൽ അധ്യാപകർക്ക് ഈ കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് നൽകാമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട് സർ. ഹെൽത്തി കിഡ്സ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാലയങ്ങളിൽ സ്പോർട്സിനെ പരിചയപ്പെടുത്തുന്ന ക്ലാസ് റൂമുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് 55 വിദ്യാലയങ്ങളിൽ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട് സർ. അത് വ്യാപകമായി നടപ്പിലാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചു വരുന്നത് സർ. കുട്ടികളിൽ ശാരീരികവും മാനസികവുമായ വലിയ മാറ്റം ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാലയങ്ങളിലേക്കും ഇത് നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്പോർട്സ് സ്കൂളുകളിൽ ഉള്ള പ്രവേശനം 8ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു മാറ്റമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. സ്പോർട്സ് സ്കൂൾ, സ്പോർട്സ് ഹോസ്റ്റൽ സെലക്ഷൻ തുടങ്ങിയ ശാസ്ത്രീയമായി മാറ്റാൻ നമ്മുടെ സ്പോർട്സ് സ്കൂളുകളിൽ ഇത്തവണ നല്ല രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. സംസ്ഥാന സ്പോർട്സ് മേളയിൽ തന്നെ നമ്മുടെ GB രാജ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. സുബ്രതോ കപ്പ് അടക്കമുള്ള കപ്പുകളിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ സ്പോർട്സ് സ്കൂളിലും ഹൈടെക് ക്ലാസ് റൂമുകളായി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് സർ. അങ്ങനെ കഴിയുന്നത്ര രീതിയിൽ വലിയ മാറ്റം കൊണ്ടുവരാനും
കായിക ഡയറക്ടറിൻ്റെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച വനിതാ ഫുട്ബോൾ അക്കാദമികൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ് സർ. അതോടൊപ്പം തന്നെ GV രാജ സ്കൂളിൽ വിദേശ ക്ലബ്ബാണ് ഇപ്പോൾ ഫുട്ബോളിൽ പരിശീലനം നൽകുന്നത്. അതും ഏറ്റവും നല്ല രീതിയിൽ നടന്നു വരുന്നു. അതിൻ്റെ റിസൾട്ട് എന്നുള്ള ആദ്യ വർഷം തന്നെ സുബ്രതോ കപ്പിൽ നമ്മൾ 2ാം സ്ഥാനത്ത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു മാറ്റമായി കണ്ടുള്ളത്. കായിക വളർച്ചയിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ കേരള സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അംഗീകാരം ഇപ്പോൾ ധനകാര്യ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ക്യൂബയുമായുള്ള സ്പോർട്സ് സഹകരണം, അതോടൊപ്പം തന്നെ നമ്മൾ ഓസ്ട്രേലിയയുമായുള്ള വിക്ടോറിയ യൂണിവേഴ്സിറ്റിയുമായുള്ള സ്പോർട്സ് സഹകരണം, അർജന്റീനിയൻ അസോസിയേഷൻ, സ്പാനിഷ് ഫുട്ബോൾ ലീഗ് സംഘാടകരായ ലാലിഗയുമായുള്ള സഹകരണം, ഇതെല്ലാം തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് സർ. ഇപ്പോൾ സ്പോർട്സ് സയൻസ് മാനേജ്മെൻറ്റ് അടക്കമുള്ള കായിക രംഗത്തെ നവീനമായ ആശയങ്ങളും സാങ്കേതിക മാറ്റങ്ങളും സ്വീകരിക്കാൻ വേണ്ട നടപടികൾ നമ്മൾ എടുത്തു വരികയാണ് സർ. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കായിക പഠനത്തിൻ്റെ ഭാഗമായി PG കോഴ്സുകൾ, സ്പോർട്സ് സയൻസ്, അതോടൊപ്പം തന്നെ സ്പോർട്സ് മാനേജ്മെൻറ്റ് അടക്കമുള്ള കോഴ്സുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. ഈ 8.5 വർഷത്തിനിടയിൽ ഏകദേശം 960 കായിക താരങ്ങൾക്ക് നിയമനം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് സർ. അർഹരായ എല്ലാ ആളുകൾക്കും നമുക്ക് കായിക മേഖലയിൽ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നിയമനം നൽകുന്നുണ്ട് സർ. ബഹുമാനപ്പെട്ട PK ബഷീറും അതോടൊപ്പം തന്നെ മാധ്യമവും ദിനപത്രവും ഈ കാര്യത്തിൽ ഒരു ചെറിയ പത്രത്തിൽ ഒരു വാർത്തയെല്ലാം കണ്ടു. അദ്ദേഹം തന്നെ അത് ആവർത്തിച്ചു. അത് അനസുമായി ബന്ധപ്പെട്ട കാര്യം സർ. പൊതുഭരണ വകുപ്പ് 2021 ഫെബ്രുവരി 18 പുറത്തിറക്കിയ വിജ്ഞാന പ്രകാരമാണ് 2015 മുതൽ 19 വരെ കാലയളവിൽ സ്പോർട്സ് കോട്ട നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സർ. ഇത് പ്രകാരം 2013 മുതൽ 19 വരെ മാർച്ച് 31 വരെ കാലയളവിൽ നിശ്ചിത കായിക നേട്ടങ്ങൾ കൈവരിച്ചവർക്കാണ് അപേക്ഷ നൽകാൻ കഴിയുക. വിജ്ഞാപനത്തിലെ മാനദണ്ഡങ്ങൾ പ്രകാരം അംഗീകൃത അന്താരാഷ്ട്ര ഫെഡറേഷനുകൾ നടത്തിയ ഒളിമ്പിക്സ്, ലോകകപ്പ്, ലോക യൂണിവേഴ്സിറ്റി ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, സാഫ് ഗെയിംസ് എന്നിവയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തവരെയും വ്യക്തിഗത ഇനങ്ങളിൽ ടീമങ്ങളോടോ 1, 2, 3 സ്ഥാനം നേടിയ വിജയികളെയും ആണ് പരിഗണിക്കുക. ഫുട്ബോൾ താരം അനസ് എടത്തൊടിക നോട്ടിഫിക്കേഷനിൽ പരാമർശിക്കുന്ന കാലയളവിൽ പ്രസ്തുത മത്സരങ്ങൾ രാജ്യത്തെ പ്രതികരിച്ച് പങ്കെടുത്തിട്ടില്ല. സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകരിച്ച കായിക ഇനങ്ങളിൽ പങ്കെടുത്തിരുന്ന 1, 2, 3 സ്ഥാനം നേടിയ കേരള ടീം അംഗങ്ങളെയും ഇൻ്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ കേരളത്തിലെ സർവകലാശാലകൾ പ്രതികരിച്ച് 1, 2, 3 സ്ഥാനം നേടിയവർക്കും ഇതിൽ അപേക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ പരാമർശിക്കുന്ന കാലയളവിൽ അനസ് കേരളത്തെ പ്രതികരിച്ച് ഇത്തരം ഒരു മത്സരത്തിലും പങ്കെടുത്തതുകൊണ്ട് തന്നെ ആദ്യ 3 സ്ഥാനങ്ങളിൽ ടീമുകളിൽ അംഗമായിരുന്നില്ല എന്നാണ് സർ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അനാവശ്യമായിട്ടുള്ള വാർത്തകൾ പറയാനും ഉള്ള ശ്രമം ഇതിൽ പിന്മാറണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സർ. കഴിഞ്ഞ പറയല്ലേ പ്ലീസ് സർ. ബില്ല് പാസ്സാക്കി തരാം. സർ, കേരളത്തിലെ കായിക വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ തന്നെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കാനാണ് നമ്മൾ ഏറെ ശ്രമിച്ചിട്ടുള്ളത് സർ. സ്പോർട്സ് എക്കോണമി പോലുള്ള പുതിയ ആശയങ്ങൾ വികസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കായികക്ഷമത പോലുള്ള മിഷൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിച്ച് PPP മോഡൽ വ്യാപകമാക്കുക, സ്പോർട്സ് സയൻസ്, സ്പോർട്സ് മാനേജ്മെൻറ്റ് മേഖലകളിൽ സാന്നിധ്യം ശക്തമാക്കുക, ഇതെല്ലാം തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. കായിക മേഖലയിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള വലിയൊരു പ്രവർത്തനം കൂടി നമ്മൾ നടത്തുകയാണ് സർ.
EV രാജ സ്പോർട്സ് സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നടപടികൾ ഊർജിതമായി നടക്കുകയാണ് സർ. ഒളിമ്പിക്സ് 2036 ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടക്കാൻ പോവുകയാണ് സർ. അതിനാവശ്യമായിട്ടുള്ള മുൻകരുതുകൾ ഇപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമ്മൾ നടക്കുകയാണ് സർ. ഏതായാലും നിരവധിയായിട്ടുള്ള MLA-മാർ ഈ കായികവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുകയും നിരവധിയായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു സർ. അവിടെ ഏറ്റവും വിലപ്പെട്ട അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും തീർച്ചയായും ഭാവിയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കായിക വകുപ്പിന് മുന്നോട്ട് പോകാനുള്ള സന്ദർഭം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അക്ബർ, മോഹസിൻ പോലുള്ള ശ്രീ മൊയ്തീൻ MLA, ശ്രീ വിനോദ് MLA തുടങ്ങിയ നിരവധി ആളുകൾ ചില കാര്യങ്ങൾ പറഞ്ഞ് സമയക്കുറവ് മൂലം അതിന് മറുപടി പറയാൻ കഴിയാത്തതിൽ ക്ഷമിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കായിക വകുപ്പിൻ്റെ ധനാഭ്യർത്ഥന അംഗീകരിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നു. നന്ദി.